ഇത് നമുക്ക് ഒരിക്കലും ഹിക്വിഷനിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹിക്വിഷൻ അമേരിക്ക ബാൻ ചെയ്യാനുണ്ടായ റീസൺ ആയിട്ട് അമേരിക്ക പറയുന്നത്. ഉണ്ടോ? അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി അങ്ങോട്ട് കടന്നു പോയത്, ആ ചേച്ചി ഇങ്ങോട്ട് വരുന്നത്. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈൻ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് യൂണിവ്യൂ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്യാമറയും അതുപോലെ തന്നെ NVR-ഉമാണ്. യൂണിവ്യൂ എന്നുള്ള കമ്പനി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ UNV എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം യൂണിവ്യൂ എന്ന് പറയുന്ന കമ്പനിയുടെ ഷോർട്ട് ഫോമാണ് UNV. അപ്പോൾ ഈ UNV കമ്പനി ലോകത്തെ 10 ക്യാമറ മാനുഫാക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരെണ്ണമാണ്. അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ലോകത്ത് വിറ്റഴിയപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ ഒരെണ്ണമാണ് UNV. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് അമേരിക്കൻ ബന്ധമുള്ളൊരു കമ്പനിയാണ്. അതായത് നിങ്ങൾക്കറിയാം HP, ഹ്യൂലറ്റ് പക്കാർഡിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ HP 2011 വരെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. HP-യുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു കമ്പനിയായിരുന്നു യൂണിവ്യൂ. ഇപ്പോൾ ഇത് ചൈന ബേസ് ചെയ്തേക്കണ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് കേട്ടോ. പക്ഷേ ഹിക്വിഷനെ പോലെ ചൈനീസ് ഗവൺമെന്റിന്റെ അധീനതയിൽ വരുന്ന ഒരു കമ്പനിയല്ല. നിങ്ങൾക്കറിയാം ഹിക്വിഷൻ 2022 നവംബറിൽ, അതായത് ഒരു വർഷം മുമ്പ് ഹിക്വിഷൻ അമേരിക്കയിലൊക്കെ ബാൻ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിക്വിഷന്റെ 39% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ചൈനീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതായത് ചൈനീസ് ഗവൺമെന്റ് ആണ് ഹിക്വിഷന് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഹിക്വിഷൻ അമേരിക്ക ബാൻ ചെയ്യാനുണ്ടായ റീസൺ ആയിട്ട് അമേരിക്ക പറയുന്നത്. അപ്പോൾ UNV എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചൈനീസ് ഗവൺമെന്റിന്റെ അധീനതയിൽ വരുന്ന ഒരു കമ്പനിയല്ല. ഇതൊരു പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഒരു കമ്പനി തന്നെയാണ്. ലോകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10 ക്യാമറ മാനുഫാക്ചേഴ്സ്, 10 ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരെണ്ണമാണ് UNV. ലോകത്ത് വിൽക്കുന്ന ക്യാമറകളെ അല്ലെങ്കിൽ NVR-കളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൺസ്യൂമർ ഗ്രേഡ് പ്രോഡക്റ്റുകളിലും, 2 പ്രൊഫഷണൽ ഗ്രേഡ് പ്രോഡക്റ്റുകളിലും. അപ്പോൾ ഈ പ്രൊഫഷണൽ ഗ്രേഡ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിക്വിഷൻ, അതുപോലെ തന്നെ ദഹുവ, പിന്നെ UNV, പിന്നെ ആക്സിസ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ. ബോഷ് ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ പെൽക്കോ പോലെയുള്ള കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇത് പ്രൊഫഷണൽ ഗ്രേഡ് പ്രോഡക്റ്റുകൾ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന പല സെറ്റിങ്സുകളും ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നതോ അല്ലെങ്കിൽ അയാൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതോ ആയിരിക്കില്ല. അപ്പോൾ UNV എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് IP ക്യാമറകളിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനം പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് IP ക്യാമറകളും അതുപോലെ തന്നെ NVR-കളുമാണ്. ഞങ്ങൾ ഒരിക്കലും അനലോഗ് ക്യാമറകളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ UNV-ക്ക് ഒരു ഡൊമസ്റ്റിക് സീരീസിൽ, അതായത് കൺസ്യൂമർ ഗ്രേഡ് ഉൽപ്പന്നമായിട്ട് വരുന്ന പ്രോഡക്റ്റുകളും ഉണ്ട്. അതാണ് യൂണിയാർക്ക് എന്നുള്ള പേരിൽ അവരിപ്പോൾ പുറത്തിറക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് യൂണിയാർക്കിനെ പറ്റി അല്ല. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഞാൻ യൂണിയാർക്കിനെ പറ്റി അല്ല പറയുന്നത്. ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥാപനമാണ്. ഞാൻ UNV മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് UNV-നെ പറ്റി മാത്രമാണ്. UNV ഒരു മെറ്റൽ ബോഡി ക്യാമറയാണ് നിർമ്മിക്കുന്നത്. അതായത് UNV കമ്പനി പുറത്തിറക്കുന്ന, UNV എന്നുള്ള ലേബലിൽ പുറത്തിറക്കുന്നത് മെറ്റൽ ബോഡി ക്യാമറയാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. NVR-ഉം അടിപൊളിയാണ്, നല്ല ഹൈ ക്വാളിറ്റിയുള്ള NVR ആണ്. ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഒരു മാസം ഈ NVR-ഉം ഈ ക്യാമറകളും എല്ലാം ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് എനിക്ക് ബോധ്യമുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അപ്പോൾ UNV എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിക്ക് NVR-കൾ 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് EC സീരീസ്, 2 പ്രൈം സീരീസ്, 3 പ്രൊഫഷണൽ സീരീസ്, അതായത് പ്രോ സീരീസ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു NVR EC സീരീസിൽ വരുന്നതാണ്. EC സീരീസാണ് നമ്മൾ ഓഫീസ് ഉപയോഗങ്ങൾക്കും അതുപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ആവശ്യം വരുന്നത്. പക്ഷേ ഇവർക്ക് പ്രോ സീരീസിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രൈം സീരീസിലും NVR വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ വലിയ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴോ വളരെ വലിയ ഹോട്ടലുകളൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴോ, അതായത് ഒരു ഇൻഡസ്ട്രിയൽ യൂസാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന, ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ ബേസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഹിക്വിഷനിൽ കണ്ടിട്ടുള്ള ലൈൻ ക്രോസിങ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, പെരിമീറ്റർ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വരുന്ന വീഡിയോയിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് നേരെ ഈ ക്യാമറയും അതുപോലെ തന്നെ NVR ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കളർ ഹണ്ടർ സീരീസിൽ വരുന്ന ക്യാമറ ഒന്ന് പരിചയപ്പെടാം. ഹിക്വിഷനിൽ നമ്മൾ കളർ വ്യൂ ടെക്നോളജി പറയുന്നില്ലേ, അതേപോലെ തന്നെ UNVയിൽ വരുന്നൊരു ടെക്നോളജിയാണ് കളർ ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ UNVയുടെ കളർ ഹണ്ടർ ക്യാമറ, 4 മെഗാ കളർ ഹണ്ടർ ക്യാമറ. ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ പറഞ്ഞു IP ക്യാമറയാണ്. IP ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ അനലോഗ് ക്യാമറ വയ്ക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും, നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ മെറ്റൽ ബോഡിയാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ലൈറ്റ് 30 മീറ്റർ വരെ വൈറ്റ് ലൈറ്റ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, താഴെയായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്കൊരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യിക്കാം. പിന്നെ ഈ ഒരു ക്യാമറയ്ക്ക് സ്പീക്കറും വരുന്നുണ്ട്, മൈക്കും വരുന്നുണ്ട്. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് അലാമൊക്കെ അടിക്കുന്ന ടൈപ്പ് ക്യാമറയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറയോടൊപ്പം വന്നേക്കുന്ന അലൈൻകി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറയുടെ ലെഗൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഴിച്ച ശേഷം കണ്ടോ, നമുക്ക് ക്യാമറ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിച്ച് സെറ്റ് ചെയ്യാനും, അതുപോലെ ഇപ്പോൾ ഇവിടെ ഇത് 3 ആക്സിസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് അഴിക്കാൻ കഴിയും, ഇവിടെ അഴിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ അഴിച്ചിട്ട് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ വ്യൂ വരുന്ന ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ക്യാമറ ഇപ്പോൾ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീൻ റെക്കോർഡർ വഴി റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് വരുന്നത്. ഏതാണ്ട് ഹിക്വിഷൻ്റെ അതേ ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു വര കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഞാനൊരു ലൈൻ ക്രോസിംഗ് സെറ്റപ്പ് നമ്മുടെ ഈ ഒരു ക്യാമറ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച ശേഷം ഡിസേബിൾ VCA റൂൾ എന്ന് പറഞ്ഞാൽ അതങ്ങ് വെക്കോളൂ. കണ്ടോ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഡേ വിഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സൂമിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ അടിച്ച ശേഷം ഇവിടെ സ്റ്റാർട്ട് ഡിജിറ്റൽ സൂം അല്ലെങ്കിൽ എനേബിൾ ഡിജിറ്റൽ സൂം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യാൻ കഴിയും. കണ്ടോ, അപ്പോൾ ഇതൊരു ഡിജിറ്റൽ സൂമിംഗ് ആണ്. നമ്മൾ സൂം ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ക്യാമറകളിലും ഉള്ള പോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കുറയും. ഇപ്പം നമുക്ക് വീഡിയോ ക്വാളിറ്റി ഹൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്യുമ്പോഴും കുറയാതിരിക്കണമെങ്കിൽ നമ്മൾ വല്ല PTSD ക്യാമറയൊക്കെ എടുക്കണം. ഇത് ഫിക്സഡ് ലെൻസ് ക്യാമറയാണ്. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്തായാലും സൂം ചെയ്യുന്നതിനനുസരിച്ച് കുറയും. പക്ഷേ എന്നാലും നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് 4 മെഗാ ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നത് കേട്ടോ. ഇപ്പോൾ നൈറ്റ് വിഷൻ ആണെങ്കിലും സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഈസി സ്റ്റേഷൻ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അതിലൂടെയാണ് ഈ ഒരു വീഡിയോ ഞാൻ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈസി സ്റ്റേഷൻ നമ്മുടെ IVMS 4200 പോലെ തന്നെയുള്ള ഒരു വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ലൈവ് വ്യൂ ചെയ്യാം, പ്ലേബാക്ക് ചെയ്യാം, വീഡിയോ വോൾ സെറ്റ് ചെയ്യാം, ഓഡിയോ ചെയ്യാൻ പറ്റും, മാപ്പിംഗ് ഉണ്ട്, പീപ്പിൾ കൗണ്ടിങ് ഉണ്ട്, അലാം റെക്കോർഡിങ്സ് ഉണ്ട്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഫേസ് റെക്കഗ്നേഷൻ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ വീഡിയോ പ്ലേബാക്ക് ഒന്ന് നോക്കാം. വീഡിയോ പ്ലേബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വീഡിയോ പ്ലേബാക്കിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ക്യാമറ നമ്മൾ NVRൻ്റെ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡേറ്റ് സെലക്ട് ചെയ്യുക, സെർച്ച് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ പ്ലേബാക്ക്. നമ്മൾ ലൈവ് വ്യൂ എങ്ങനെ കാണുന്നോ അതേ ക്വാളിറ്റി തന്നെയാണ് വീഡിയോ പ്ലേബാക്കും കാണുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ടൈമിലേക്കുള്ള വീഡിയോ ഞാൻ പ്ലേബാക്ക് ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, ഫുൾ സ്ക്രീനാക്കി നിങ്ങളെ കാണിക്കാം. ഇത് പ്ലേബാക്കാണ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ് വീഡിയോ പ്ലേബാക്കിലും. അല്ലാതെ വീഡിയോ പ്ലേബാക്കിൽ ചില കമ്പനി ക്യാമറകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഹാഫ് റെസൊല്യൂഷനൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഈ ഒരു ക്യാമറയിൽ വരുന്നില്ല. പ്ലേബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിജിറ്റൽ സൂമിംഗ് ഒക്കെ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല പക്ക ക്വാളിറ്റി തന്നെ ഉണ്ട്, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിപ്പം ഇതിനകത്ത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പോൾ വീഡിയോ പ്ലേബാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് പല കളറുകൾ ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലൂ ആയിട്ട് കാണുന്ന, ബ്ലൂ ആണെന്ന് അറിയില്ല, ഒരു വയലറ്റ് കളറായിട്ട് കാണുന്നത് VCA റൂള് സെറ്റപ്പ് ചെയ്തേക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ ലൈൻ ക്രോസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, അവിടെ ഹ്യൂമൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസൻസാണ് ഇവിടെ ഈ വയലറ്റ് ഷെയ്ഡിൽ കാണിക്കുന്നത് കേട്ടോ. ഉണ്ടോ, അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി അങ്ങോട്ട് കടന്നു പോയത്, ആ ചേച്ചി ഇങ്ങോട്ട് വരുന്നത്. ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈൻ കടന്നു പോകുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ വരുള്ളൂ, ബാക്കിയുള്ള ഒന്നും ഇവിടെ കാണില്ല. കണ്ടോ, അപ്പോൾ ഈ ഒരു പയ്യൻ ഇതിലൂടെ കടന്നു പോയതാണ്. കണ്ടോ, ഇതേ ഇവിടെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈനിൽ അപ്പുറം കിടക്കുന്നത്. പിന്നെ ഇവിടെ ഈ റെഡായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇവൻറ്റ് ബേസ്ഡ് റെക്കോർഡിങ് നടന്നതാണ്. അതായത് ഇവിടെ മനുഷ്യരൊക്കെ കാണും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ്, ഇപ്പോൾ വെയിൽ മാറുന്നതിനും
ഒക്കെ അനുസരിച്ചുള്ള ആ ഒരു ഷെയ്ഡ് വരുന്നതൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇതിൽ നടന്നു പോകുന്നതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഓരോ ഇവൻ്റായിട്ട് മാർക്ക് ചെയ്യും. ഇനി അതേപോലെ തന്നെ നോർമൽ എന്ന് എഴുതിയേക്കണമെന്ന് വെച്ചാൽ ഈ സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, പക്ഷേ റെക്കോർഡിംഗ് ഇവിടെയുണ്ട്. ഈ ഒരു ക്യാമറയുടെ ബേസിക് സെറ്റിങ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കുള്ളിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറയ്ക്കുള്ളിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയുടെ കോൺഫിഗറേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഓരോ ക്യാമറയ്ക്കും കോൺഫിഗറേഷൻസ് ഉണ്ട്, കാരണം ഇതൊരു IP ക്യാമറയാണ്. ഹിക്വിഷൻ്റെ K2 സീരീസ് NVR പോലെ തന്നെ UNVയുടെ 2 ഹാർഡ് ഡിസ്ക് ഇടുന്ന NVR ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഈ ഒരു NVR ഒന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാം. അതിൻ്റെ ബേസിക് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ NVR വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു NVR ആണ്. ഒരു സിംഗിൾ ഫ്രെയിമിൽ കൊള്ളുന്നേക്കാളും കൂടുതൽ വലിപ്പം ഈ ഒരു NVR വരുന്നുണ്ട്, കാരണം ഇത് 2 ഹാർഡ് ഡിസ്ക് ഇടുന്ന ടൈപ്പ് NVR ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് 1-2 ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെറ്റ്വർക്ക് സ്റ്റാറ്റസ്, ഹാർഡ് ഡിസ്ക് സ്റ്റാറ്റസ് എല്ലാം കാണിക്കുന്ന ലൈറ്റുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ UNVയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ NVRൽ കാണുന്ന പോലെ തന്നെയുള്ള പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു പോർട്ടും ഇല്ല. പിന്നെ ഈ ഒരു പോർട്ട് 4K ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് പോർട്ടാണ് കേട്ടോ. നമുക്ക് ഒരേ സമയം VGA, അതായത് മോണിറ്റർ, സാധാരണ മോണിറ്ററും കണക്ട് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള അൾട്രാ ഹൈ ഡെഫിനിഷൻ 4K LED മോണിറ്ററോ LED TV ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് RJ45 പോർട്ടും വരുന്നുണ്ട്. ഓഡിയോ ഇന്ന് ഓഡിയോ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു USB 2.0 പോർട്ട് ഉണ്ട്. അതുപോലെ 12 വോൾട്ട് പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു NVR വരുന്നത് 18 വാട്ട്സ് ആണ്. ഇതിൻ്റെ ഒപ്പം വന്നേക്കുന്ന അഡാപ്റ്റർ 12 വോൾട്ട് 1.5 ആംപിയറിൻ്റെ ആണ്. ബാക്കിൽ കൂടാതെ തന്നെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു USB പോർട്ടും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 2 USB പോർട്ട് ഈ ഒരു NVRൽ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നല്ല വെയിറ്റും ഉള്ളൊരു NVR ആണിത്. ഒരുപാട് നേരം നമ്മുടെ കൈ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയും ഭാരം ഇതിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു NVRൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്ന് NVRനുള്ളിലേക്ക് ബ്രൗസർ വഴി ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ NVRൻ്റെ IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു NVRൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ ഒരു NVRൻ്റെ പാസ്വേഡും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ NVRൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ ക്യാമറ NVRൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറയുടെ റെസൊല്യൂഷൻ ഇപ്പോൾ അല്പം കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സബ്സ്ട്രീമാണ് എനേബിൾ ചെയ്തേക്കുന്നത്. മെയിൻ സ്ട്രീമിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ക്യാമറയിൽ നമുക്ക് ബ്രൗസർ മോഡിൽ തന്നെ വേണമെങ്കിൽ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ക്യാമറകൾ നമുക്ക് വേണമെങ്കിൽ 16 എണ്ണം കുത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റിൽ വരും. അതിന് എഗെയിൻസ്റ്റ് ഓരോ ക്യാമറകളെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് പ്ലേ ബാക്ക് ചെയ്യാം. അതുപോലെ തന്നെ സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറ, ഈ ഒരു NVRൻ്റെ ഉള്ളിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഓപ്ഷൻസും ഞാൻ പറയുന്നില്ല, കാരണം അതിനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റുള്ളൊരു NVRനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു NVR കൺട്രോൾ ചെയ്യുന്ന വീഡിയോ കണ്ടൻറ്റ് അനാലിസിസ് ഫങ്ഷൻസ്, അതിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ ഒരൊറ്റ കുടക്കീഴിൽ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ UNVയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് UNIVIEW. ആൻഡ്രോയിഡിലും ഐഫോണിലും ലഭ്യമാണ്. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയാണ് ഇപ്പോൾ നമ്മുടെ ഫോണിൽ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഫോണിലൂടെ തന്നെ ഡിജിറ്റൽ സൂമിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഹിക്വിഷനിൽ ഞാൻ കാണാത്തൊരു പ്രത്യേകത നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഡിവൈസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആപ്പിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിവൈസ് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, അലാം സെറ്റിങ്സ്, അതായത് അലാം നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് നമുക്ക് എനേബിൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇമേജ് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലുമിനേഷൻ, സ്മാർട്ട് ഇലുമിനേഷൻ, നമുക്ക് വൈറ്റ് ലൈറ്റ് ഓഫ് ആക്കാനോ ഓൺ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ ഇത് ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ VCA ഡിറ്റക്ഷനാണ്. ഇത് കണ്ടോ, VCA ഡിറ്റക്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ലൈൻ ക്രോസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ഓൺ ആക്കി കൊടുക്കാൻ കഴിയും. അതായത് നമ്മളിത് ലാപ്ടോപ്പിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് UNVയിൽ മൊബൈലിൽ കൂടെ ചെയ്യുന്നത്. ഡിറ്റക്ഷൻ ഏരിയ നമുക്ക് മാർക്ക് ചെയ്യാം. ഡിറ്റക്ഷൻ ഏരിയ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഇവിടെ കാണിക്കും കണ്ടോ. ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് ഓക്കെ അടിച്ച് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരെണ്ണം വരച്ച് കാണിച്ചു തരാം. പ്ലസ് സൈനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെയാണോ ആ ഒരു മാർക്കിങ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം കണ്ടോ. ഇതെങ്ങനെ അങ്ങ് വരയ്ക്കാം.
ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര സിമ്പിളായിട്ടാണ് നോക്കി ഞാനത് എനേബിൾ ചെയ്തത്. അതിനുശേഷം സെൻസിറ്റിവിറ്റി നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി നമുക്ക് മീഡിയം വേണോ ഹൈ വേണോ, അപ്പോൾ മീഡിയമാണ് കിടക്കുന്നത്. എന്നിട്ട് ഏത് സമയത്ത് നമുക്ക് വേണം നമ്മുടെ ടൈം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ ഓക്കെ അടിക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വരും. ഇതുപോലെ തന്നെ നമുക്ക് ക്രോസ് ലൈൻ ഡിറ്റക്ഷനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ക്രോസ് ലൈൻ ഡിറ്റക്ഷൻ എനേബിൾഡ് ആണ്. കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയത് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ മൊബൈലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് ഒരിക്കലും ഹിക്വിഷനിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ്. അതായത് മൊബൈലിൽ നമുക്ക് ഒരിക്കലും ഹിക്വിഷനെ ഇങ്ങനെ ആ ഒരു സെറ്റിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ മെമ്പേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഇപ്പോൾ നമുക്ക് പ്ലേ ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഏത് ക്യാമറയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. ആ ക്യാമറ ഇവിടെ വരുന്നു. നമുക്കിവിടെ ക്യാമറയിൽ നമ്മൾ NVR കണ്ട അതേ രീതിയിൽ തന്നെ ഇത് കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് കണ്ടോ, അതേ ആ ഒരു മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട് കാര്യങ്ങൾ, കളർ കോഡ് കാര്യങ്ങൾ നമ്മൾ ബ്രൗസറിൽ കണ്ട അതേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ഇന്നലത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ മൊബൈലിലൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നോട്ടിഫിക്കേഷൻസ് വരുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മുടെ ലൈവ് വ്യൂ സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് കണ്ടോ, നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഈ കാണുന്നത്, മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ. അത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ VCA ഫിൽറ്ററിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടന്റ് അനാലിസിസ് നടത്തിയ ശേഷം ഇത് കണ്ടോ, ക്രോസ് ലൈൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ക്രോസ് ലൈൻ ഡിറ്റക്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരച്ചിരിക്കുന്നതിന് അഗെയിൻസ്റ്റ് അവിടെ ഒരു ലൈൻ ക്രോസിങ് ഇപ്പോൾ നടക്കും. കേട്ടോ, ആ ഒരു ചേച്ചി ഇപ്പോൾ ആ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് അതിൽ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തേക്കണ വര ഇവിടെ ആയിരുന്നില്ലേ, അപ്പോൾ അത് ക്രോസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു ക്രോസ് ലൈൻ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നത്. ഇതേപോലെ ഇവിടെ എല്ലാം ഈ ക്രോസ് ലൈൻ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇവിടെ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് പോകണമായിരിക്കും. കണ്ടോ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്യാമറകളിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ മാത്രമല്ല, UNVയിലും ഈ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നടക്കും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ അതുപോലെ NVR പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് അറിയണം. അപ്പോൾ ഏതാണ്ട് 6500 രൂപയാണ് ഈ ഒരു കളർ ക്യാമറയ്ക്ക് റേറ്റ് വരുന്നത്. ഇത് 4 മെഗാപിക്സൽ ക്യാമറയാണ്. നിങ്ങളിതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇതൊരു അത്രത്തോളം വലിയൊരു കോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു പ്രൈസിങ് അല്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു 16 ചാനൽ 2 ഹാർഡ് ഡിസ്ക് ഇടുന്ന NVRന്റെ റേറ്റ് വരുന്നത് ഏതാണ്ട് 9500 രൂപയാണ്. അപ്പോൾ UNVയുടെ ഈ 2 പ്രോഡക്റ്റുകൾ മാത്രമല്ല, നമുക്ക് എല്ലാ ലൈൻ പ്രോഡക്റ്റുകളും എല്ലാ സീരീസ് പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് കൊറിയർ അയച്ചു തരാൻ കഴിയും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പക്കയായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാനും കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വാട്സാപ്പ് അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാലും മതി. നമ്മുടെ പ്രൊജക്റ്റ് കോർഡിനേറ്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി അത് മാത്രമല്ല, IP ക്യാമറകളെ പറ്റി നിങ്ങൾക്ക് ഇൻ ഡെപ്ത് അറിയണം, അല്ലെങ്കിൽ IP ക്യാമറകളുടെ കൂടുതൽ കാര്യങ്ങളെ പറ്റി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ സിസ്റ്റത്തിൻ്റെ ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്യുക. ഒരു മാസത്തേക്ക് വെറും 159 രൂപ. അപ്പോൾ ഇതിൽ ഇപ്പോൾ 56ഓളം പ്രൈവറ്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെങ്ങനെയാണ് IP ക്യാമറ വെക്കേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് മാത്രമാണ് ഞാൻ അതിലൂടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ വീഡിയോസ് ഒന്നും നമ്മൾ ഇനി മുതൽ പബ്ലിക്കായിട്ട് ഇടില്ല എന്ന് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 56 വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ട്. ഇനിയും അതിലേക്ക് വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ IP ക്യാമറകളുടെ, അതായത് UNV പ്രോഡക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായിട്ട് ടെക്നിക്കൽ വീഡിയോസ് എല്ലാം തന്നെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ഞാൻ ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ജോയിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബിനോട് അടുത്തുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കും. അത് അതുപോലെ ചെയ്താൽ മതി. ഒരു 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നെക്സ സിസ്റ്റത്തിൻ്റെ ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചേക്കുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ IP ക്യാമറകളെ പറ്റിയും അനലോഗ് ക്യാമറകളെ പറ്റിയും വൈഫൈ ക്യാമറകളെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആക്സസ് കൺട്രോൾ, ബയോമെട്രിക്, അങ്ങനെയുള്ള ടെക്നിക്കൽ വീഡിയോസ് മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.